السلام عليكم ورحمة الله وبركاته. أعوذ بالله السميع العليم من الشيطان الرجيم من همزه ونفخه ونفثه. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد، سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم وما توفيقي إلا بالله عليه توكلت وإليه أنيب. ബഹുമാന്യരായ മാതാപിതാക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അടുത്ത് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് കണ്ണേറ്, ഹസദ്, അസൂയ. കണ്ണ്, ഹസദ്, സ്നേഹം, പൂർവികരുടെ കരാറുകൾ. പൂർവികരായിട്ടുള്ള ആളുകൾ ജിന്ന് സേവകരുണ്ടെങ്കിൽ അവർ ജിന്നുകളുമായിട്ടുണ്ടാക്കിയിട്ടുള്ള കരാറുകൾ, അതാണ് പൂർവികരുടെ കരാറുകൾ. പ്രതികാരം, ജിന്നുകൾ പ്രതികാരം കൊണ്ട് മനുഷ്യന്മാരെ ഉപദ്രവിക്കുന്ന പ്രതികാരം. ഹൗസിങ്, അവരുടെ ജിന്നുകൾ മനുഷ്യന്മാരുടെ കൂടെ താമസിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് താമസത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഉപദ്രവിക്കുന്നത്. ജിന്ന് സേവ തുടങ്ങിയ കാരണങ്ങളാൽ കണ്ണ്, ഹസദ്, സ്നേഹം, പൂർവികരുടെ കരാറുകൾ, പ്രതികാരം, ഹൗസിംഗ്, ജിന്ന് സേവ തുടങ്ങിയ കാരണങ്ങളാൽ കൊണ്ടുള്ള ജിന്ന് ബാധ. അതുപോലെ ജിന്ന് ശല്യമുള്ള വീടുകൾ. ഇത്തരം കേസുകളിൽ സ്വയം എങ്ങനെ ചികിത്സിക്കുക, സ്വയം ചികിത്സിക്കാൻ ആവശ്യമായ അറിവുകൾ എന്നാണ് നമ്മൾ ഈ സ്പീച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാ 2 ക്ലിപ്പിൽ ഒതുക്കാൻ വേണ്ടി ശ്രമിക്കട്ടെ. ബിസ്മില്ലാഹ്. അതിൽ കണ്ണ് നമ്മൾ കഴിഞ്ഞ ക്ലിപ്പിൽ നമ്മൾ സംസാരിച്ചു. ഇതിൻ്റെ ഒന്നാമത്തെ ക്ലിപ്പാണ് സംസാരിക്കുന്നത്. കഴിഞ്ഞ ക്ലിപ്പിൽ നമ്മൾ സംസാരിച്ചു സിഹിറിനെ കുറിച്ച് സംസാരിച്ചു. ഇനി നമുക്ക് സംസാരിക്കാനുള്ളത് കണ്ണേറിനെ കുറിച്ചാണ്. കണ്ണേറ് എന്താണ്? കണ്ണേറ് അൽ ഐനു ഹക്ക്, അത് പ്രമാണങ്ങളോട് തെളിഞ്ഞതാണ് കണ്ണേറ് എന്നുള്ളത്. അതൊരാൾ നിഷേധിക്കാൻ കഴിയില്ല, ഒരാൾക്ക് നിഷേധിക്കാൻ കഴിയില്ല. അത്രമാത്രം ഹദീസുകളുടെ വിഷയത്തിൽ. ജിന്ന് വിഷയത്തിൽ ഉള്ള അസുഖങ്ങൾ സിഹിർ, കണ്ണ്, പിശാച് ബാധ. ഇതിലേറ്റവും ഗൗരവം കുറഞ്ഞതും വളരെ വ്യാപകമായി കാണുന്നതും വളരെ മോസ്റ്റ് കോമൺ ആയിട്ടുള്ളത് കണ്ണേറാണ്. അതെന്താണ് ഈ കണ്ണേറ്? അത് ഒരാളുടെ ഹൃദയത്തിൽ നിന്നുള്ള അസൂയ, അത് അയാളുടെ കണ്ണ് വഴി പുറത്തേക്ക് പോകുന്ന ഒരു അമ്പ്. കണ്ണ് ഒരു അമ്പ് ആണത്. അങ്ങനെയാണ് പൂർവികരായിട്ടുള്ള ആളുകൾ അതിനെ മനസ്സിലാക്കി പറഞ്ഞു തന്നിട്ടുള്ളത്. ഉദാഹരണത്തിന് സാദുൽ മആദ് എന്നൊരു കിതാബുണ്ട്. ഇമാം ഇബ്നു ഖയ്യിം അൽ ജൗസി, ഇമാം ഇബ്നു കസീറിന്റെ ശിഷ്യനും ഇമാം ഇബ്നു തൈമിയുടെ ശിഷ്യനും ഇബ്നു കസീറിന്റെ ഉസ്താദുമായിട്ടുള്ള ഇമാം ഇബ്നു ഖയ്യിം അൽ ജൗസി സാദുൽ മആദ് എന്ന അദ്ദേഹത്തിന്റെ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അദ്ദേഹത്തിന്റെ കിതാബ് തിബ്ബുൻ നബവി, കിതാബ് തിബ്ബിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിനെ ഉദ്ധരിച്ചുകൊണ്ട് ഒരുപാട് പണ്ഡിതന്മാർ ഇതിനെ, ഉദാഹരണമായിട്ട് ലജ്നത്ത് ദായിമയുടെ മദീനത്തുൽ വഹൂസിന്റെ ജേണലുകളിൽ ലജ്നത്ത് ദായിമയുടെ ഫത്വ സമാഹാരത്തിൽ 1-ാം വാള്യത്തിൽ 271-ാമത്തെ പേജിൽ, അതുപോലെ ഒരുപാട് ഗ്രന്ഥങ്ങളിൽ ഇതെല്ലാം പ്രതിപാദിച്ചിട്ടുണ്ട്. ഷെയ്ഖ് ഇബ്നു ബാസ് അദ്ദേഹത്തിന്റെ ഇതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അതുപോലെ ഷെയ്ഖ് മുനജിദ് അദ്ദേഹത്തിന്റെ സൈറ്റിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. എന്നതിന്റെ പ്രസക്ത ഭാഗം, ദ ഈവിൾ ഐസ് ഈസ് ലൈക്ക് എൻ ആരോ, ഇതൊരു അമ്പ് പോലെയാണ്. വിച്ച് കംസ് ഫ്രം ദ സോൾ ഓഫ് ദി വൺ ഹൂ എൻവീസ്, അസൂയക്കാരന്റെ ഹൃദയത്തിൽ നിന്നുള്ള, ആത്മാവിലെ റൂഹിൽ നിന്നുള്ള ഒരു അമ്പാണത്. അത് അവന്റെ കണ്ണിലൂടെ പുറത്ത് വരുന്നു. അത് കണ്ണില്ലാത്തവരും വരും കേട്ടോ, കാഴ്ചയില്ലാത്തവരും വരും. അത് അവനുദ്ദേശിക്കുന്ന അവന്റെ അസൂയകളിൽ നിന്ന് വരുന്ന ഇത് പോയിട്ട് ഹിറ്റ് ചെയ്യും ആരെ, ഒരാളെ അല്ലെങ്കിൽ ഒരു വസ്തുവിനെ. ഒക്കെ അതാണ് കണ്ണേറ് തട്ടുക എന്നുള്ളത്. അത് ടാർഗറ്റ് ചെയ്ത ആളുകൾ സുരക്ഷിതത്വം, അപ്പം അത് ഏൽക്കുന്ന ആളുകൾ അള്ളാഹുവിൽ എന്താ പറയുക, അധികൃതരെ ചൊല്ലി പ്രൊട്ടക്ഷൻ എടുത്തിട്ടില്ല, സംരക്ഷണത്തിനുള്ള ദിക്റുകളൊന്നും ചൊല്ലാത്ത അവസ്ഥയിലാണെങ്കിൽ അത് അവന് ഏൽക്കാം. ഇനി അത് അധികൃതരൊക്കെ ചൊല്ലിയ സംരക്ഷണത്തിനുള്ള സംരക്ഷണത്തിന് അധികൃതരൊക്കെ ചൊല്ലി സംരക്ഷിക്കപ്പെട്ടുകൊണ്ടാണ് അവൻ നിൽക്കുന്നതെങ്കിൽ ആ കണ്ണുകൾ അവന് ഏൽക്കാതെ ആ കണ്ണ് ആരിൽ നിന്ന് വന്നോ അവരിലേക്ക് തന്നെ തിരിച്ച് മടങ്ങിക്കൊള്ളണമെന്നില്ല, മടങ്ങാം എന്ന് പണ്ഡിതന്മാർ ഇമാം ഇബ്നു ഖയ്യിം അൽ ജൗസിയെ പോലുള്ള ആളുകൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അപ്പൊ കണ്ണിൽ നിന്നുള്ള ഒരു അമ്പാണ് ഇത്. കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ
എന്ത് ചെയ്താൽ മതി അറിയോ? മനസ്സിലാക്കാം. നഫ്സ് എന്താണ്? ആത്മാവ്, റൂഹ് ഇല്ലേ? അതിനെ 3 ആയിട്ടാണ് പിന്നെ ദീനുൽ ഇസ്ലാമിൽ പഠിപ്പിക്കപ്പെട്ടുള്ളത്. നഫ്സിൽ അമ്മാറ, നഫ്സിൽ അമ്മാറ. എന്താണ് നഫ്സിൽ അമ്മാറ? നഫ്സിൽ അമ്മാറ എന്ന ചീത്ത ആത്മാവ്, ചീത്ത നഫ്സ്. നഫ്സിൽ ലവ്വാമ അതേതാണ്? അതിനു മുമ്പ് നഫ്സിൽ മുത്മഇന്ന, എന്താണ്? തൃപ്തിയടഞ്ഞ, സമാധാനമടഞ്ഞ നഫ്സ്. അപ്പൊ നഫ്സിൽ അമ്മാറ എന്നുള്ളത് ചീത്ത ആത്മാവും, നഫ്സുൽ മുത്മഇന്ന പറഞ്ഞ പിന്നെ ശുദ്ധീകരിക്കപ്പെട്ട അല്ലെങ്കിൽ പിന്നെ സമാധാനമടഞ്ഞ, തൃപ്തിയടഞ്ഞ ആത്മാവും. ഇതിനിടയിലുള്ള ഒരു മനുഷ്യന് 2 അവസ്ഥ ഉണ്ടാവാം. ചിലപ്പം ഒരു മുത്മഇന്നയുള്ള അവസ്ഥ ആയിരിക്കാം, ചിലപ്പം അമ്മാറയിലെത്താം. ഇതിനിടയിലുള്ള അവസ്ഥയിലായിരിക്കും പല ആളുകളും പലപ്പോഴും. അതേതാണ്? നഫ്സുൽ ലവ്വാമ. ചിലപ്പോൾ ചീത്തയായിരിക്കും, ചിലപ്പോൾ നല്ലതായിരിക്കും, ചിലപ്പോൾ ചീത്ത, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കും. അപ്പൊ ഈ 3 അവസ്ഥയിലാണ് ഇതിൽ. ഈ 3 അവസ്ഥയിലുള്ള ആളുകളിൽ നിന്നും ഈ കണ്ണീർ ബാധിക്കാം. ഇന്ന് 4ാമത്തെ ഒന്നുണ്ട്, അതാണ് കൽബിൻ സലീം. സുബ്ഹാനല്ലാഹ്, കൽബിൻ സലീം അല്ലേ? എന്തായാലും പറയാം മലയാളത്തില്. പിന്നെ പെർഫെക്റ്റ് ആയിട്ടുള്ള ശുദ്ധീകരിക്കപ്പെട്ട ഒരു ഹൃദയം. അത് ഇബ്രാഹിം നബി അലൈഹി സ്വലമിന്റെ സാഹചര്യത്തിലാണ് ഈ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്. വമൻ അത്തഅല്ലാഹ ബിഖൽബിൻ സലീം എന്ന് പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ കൽബിൻ സലീമായിട്ടുള്ള ഒരാളിൽ നിന്ന് ഈ കണ്ണീർ ബാധിക്കുകയില്ല. ഇപ്പൊ നമുക്കറിയാം, ദീനി വിഷയത്തിൽ 2 കാര്യത്തിൽ മറ്റൊരാളോട് അസൂയ നമുക്ക് വെക്കാം. അസൂയ എന്താ പറയാ? അനുവദിച്ചതാണ്, അത് പ്രോത്സാഹിപ്പിച്ചതല്ല, അനുവദിച്ചതാണ്. എന്താണ്? ധാരാളം സ്വത്തുള്ളൊരു മനുഷ്യൻ, അദ്ദേഹം ദീനിന്റെ മാർഗത്തിൽ തന്റെ സ്വത്തൊക്കെ ഇങ്ങനെ പിന്നെ എന്താ പറയാ ചെലവഴിക്കുന്നു. അപ്പോൾ അത്തരം ഒരാള്, അതുപോലെ ധാരാളം ഇൽമുള്ളൊരു മനുഷ്യൻ, ആ ഇൽമ് അദ്ദേഹം ജനങ്ങൾക്ക് ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇങ്ങനെ 2 സ്വഭാവമുള്ള ഒരാളോട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു അസൂയ, അത് ഇറ്റ്സ് നോട്ട് ബാഡ്, ഒരു ചീത്ത അസൂയ അല്ല അത്, മനസ്സിലായില്ലേ? വെക്കാനുള്ള ഇതുള്ളൂ. ബാക്കിയുള്ളൊക്കെ ചീത്ത റോങ് എന്താ പറയുക ബാഡായിട്ടുള്ള അസൂയകളാണ്. അപ്പൊ ഈ അസൂയ പോലും ഇല്ലാത്ത ഒരാളാണ് കൽബിൻ സലീം. ഇത് ഈ ധനമുള്ള ഒരാളെ ചെലവഴിക്കുകയും എലിമുള്ള ഒരാള് അത് ഇപ്പൊ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നില്ല. ആ ഒരു വിഷയത്തിൽ പോലും മറ്റൊരാളോട് ഒരു അസൂയ ഇല്ലാത്ത, അത്രമാത്രം പ്യൂരിഫൈഡ്, അത്രമാത്രം ശുദ്ധീകരിച്ച ഒരു ഹൃദയമുള്ള ആളാണ് കൽബിൻ സലീം. അത്തരം കൽബിൻ സലീമിൽ നിന്ന് ഇത് സംഭവിക്കുകയില്ല. ഇത് മനസ്സിലാവാൻ പെട്ടെന്ന് നമുക്ക് ഇപ്പം മനുഷ്യന്മാരുടെ അള്ളാഹുവാണ് മനുഷ്യനെയും മനുഷ്യന്റെ അമലുകളെയും മനുഷ്യന്റെ പ്രവർത്തനങ്ങളെയും അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. മനുഷ്യന്റെ പ്രവർത്തനം അള്ളാഹു സൃഷ്ടിച്ചതാണ്. ഈ മനുഷ്യന്റെ നമുക്കറിയാം, നമ്മുടെ പല പ്രവർത്തനങ്ങൾ സുബ്ഹാനല്ലാഹ് നമ്മുടെ അമലുകൾ രൂപം പ്രാപിക്കുന്ന രൂപത്തിലാണ്. അത് തുലാസിൽ തൂക്കുന്ന രൂപത്തിൽ, അളവെന്ന് തൂക്കുന്ന രൂപത്തിൽ ആണ് ഉള്ളത്, അത് സൃഷ്ടിക്കപ്പെടുന്നത്. അതെല്ലാം നമ്മൾ അമലുശാലിഹത്ത് സൂറ അൽ-ബഖറ ഇങ്ങനെ ഓതി അതിങ്ങനെ പ്രകാശ തരണങ്ങളായി, കിരണങ്ങളായി അതിന്റെ പ്രപഞ്ചത്തിലൂടെ ഇങ്ങനെ അതിന്റെ കോസ്മോളജി ഇങ്ങനെ പ്രസംഗിക്കൊണ്ടിട്ടുണ്ടാവും. ആ പ്രസംഗിച്ചിട്ട് ആ കോസ്മോളജിയിലൂടെ ഇങ്ങനെ ശബ്ദതരങ്ങൾ ഇങ്ങനെ പോയാണ് മാഞ്ഞു പറഞ്ഞു പോവുകയല്ല. സുബ്ഹാനല്ലാഹ്, അത് അള്ളാഹുവിന്റെ, അത് ഗൈബിയായിട്ട് ലോകത്ത് അത് എന്താണ്? അത് രൂപം പ്രാപിക്കുന്ന രൂപത്തിലാണ് സൃഷ്ടിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ഖബറിൽ വരും. നമ്മൾ ചെയ്ത അമൽ സാലിഹത്ത് നമുക്ക് ഷഫാത്ത് തേടിക്കൊണ്ട് ഖബറിൽ വരും. നമ്മൾ ചെയ്ത തിന്മകളോ ചീത്ത പ്രവർത്തനങ്ങൾ അവിടെ നമ്മളെ പേടിപ്പെടുത്താനും നമുക്ക് നമ്മളെ മുമ്പിൽ നമുക്കെതിരെ സാക്ഷി പറയാനും വേണ്ടിയിട്ട് പരലോകത്ത് വരും, ഖബറിൽ വരും. നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ കണ്ണിൽ നിന്ന് പുറത്തു പോകുന്ന നമ്മുടെ ഒരു അസൂയ, ഈ അസൂയ ഒരു അമ്പ് രൂപത്തിൽ പോയിട്ട് ഏൽക്കുന്നതാണ് കണ്ണേറ്. അങ്ങനെ ഈ കണ്ണേറി ഇപ്പൊ ശരീരത്തിൽ ഞാൻ ഇതിന്റെ മുമ്പുള്ള സ്പീച്ചിൽ പറഞ്ഞു, ഒരാളുടെ ശരീരത്തിൽ ഒരു ഹിജാബ് ഉണ്ട്, ഒരു മറയുണ്ട്, ഒരു ഡിഫൻസ്, ഒരു ഫെൻസ്, ഒരു വേലിയുണ്ട്, ഒരു മറയുണ്ട്, ഒരു പരിചയമുണ്ട്. അത് ബ്ലോക്കായി കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അയാൾക്ക് കണ്ണേറ് തട്ടുക വഴി അത് ബ്ലോക്കാവാം, അത് പൊട്ടാം, അത് തുറക്കാം, അത് ക്രാക്ക് വരാം. അങ്ങനെ ക്രാക്ക് വന്നു കഴിഞ്ഞാൽ ഫ്രീക്വന്റ് ആയിട്ട് കണ്ണീർ തട്ടിക്കൊണ്ടേയിരിക്കും. ചില ആളുകൾക്ക് എളുപ്പം പെട്ടെന്ന് കണ്ണീർ, ചില കുട്ടികളുണ്ട് പെട്ടെന്ന് കണ്ണീർ തട്ടിക്കൊണ്ടിരിക്കും. അത് വെച്ചാൽ അവരുടെ കേസിൽ എന്താണ് ഇത് ഹിജാബ് ഓപ്പൺ ആയിട്ടുണ്ട് നടത്തും. അവരെ പരിശുദ്ധ ഖുർആൻ ഓതിയ വെള്ളം കൊണ്ട് കുളിപ്പിക്കുക, പരിശുദ്ധ ഖുർആൻ ഓതിയ വെള്ളം കൊണ്ട് എണ്ണയിലൊക്കെ പുരട്ടിയിട്ട് അത് തടവുക, ഇത്തരം കാര്യങ്ങളാണ് അവർക്ക് അതിനുള്ള ക്യൂർ, അതിനുള്ള ട്രീറ്റ്മെന്റ് ആയിട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം ഈ ക്രാക്കുള്ള ആളുകൾക്ക് അങ്ങനെ കണ്ണീർ ബാധിച്ചു കഴിഞ്ഞാൽ അയാളുടെ ഹിജാബ് ഓപ്പൺ ആണെങ്കിൽ അതുവഴി ജിന്നെ ബാധ ഏൽക്കാം. ജിന്നുകൾ അത് അവസരം മുതലെടുക്കാം. ഒരു തുറന്നിട്ട വാതിൽ കണ്ടു കഴിഞ്ഞാൽ ജിന്നിന് വീശിയേറ്റിക്കാറുള്ളൂ എന്നതുപോലെ അത് മുതലെടുക്കാം. അതുപോലെ സിഹിർ ഏൽക്കാനുള്ള ചാൻസുകൾ കൂടുതലാണ്.
പിന്നെ അതുപോലെ ഈ ജിന്നുകൾ ഇപ്പോൾ വീട്ടിലൊക്കെ താമസിക്കുന്ന ജിന്നുകൾ ഈ ക്രാക്കുകളുള്ള ആളുകളിൽ എന്ത് ചെയ്യും, പിന്നെ കയറിക്കൂടാനും ചാൻസുകളുണ്ട് എന്നർത്ഥം. ഇപ്പം ഈ നല്ല സ്ട്രോങ് പിന്നെ കണ്ണ് വിട്ട ആളുകളുടെ അസൂയയും അതിന്റെ പിന്നെ ഇതിനനുസരിച്ചുള്ള സ്ട്രോങ്നെസ് അതിന്റെ എന്താ പറയാ, അതിന്റെ ഗാഢത, ഈ കണ്ണീർ തട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഗൗരവം ഇതിനനുസരിച്ചാണ്. അപ്പം ചില കണ്ണുകൾ നല്ല സ്ട്രോങ് ആയിരിക്കും. അത് അത്തരം സ്ട്രോങ് ഉള്ള കണ്ണുകൾ എന്ന് പറഞ്ഞാൽ സിഹിറിന്റെ അതേ രൂപത്തിലുള്ള ഉപദ്രവവും സിഹിറിന്റെ അതേ എഫക്റ്റും ബോഡിയിൽ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. മനസ്സിലല്ലേ? ഈ കണ്ണീർ ബാധിക്കുക എന്നുള്ളത് മനുഷ്യന് ബാധിക്കാം, അവന്റെ വീടിന് ബാധിക്കാം, അവന്റെ സന്താനങ്ങൾക്ക് ബാധിക്കാം, അവന്റെ തോട്ടങ്ങൾക്ക് ബാധിക്കാം, അവന്റെ വാഹനങ്ങൾക്ക് ബാധിക്കാം, അവന്റെ മൃഗങ്ങൾക്ക് ബാധിക്കാം. ഇതൊക്കെ ഉണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസിൽ തന്നെ സ്ഥിരപ്പെട്ട് വന്നിട്ടുള്ള സംഭവങ്ങളാണ് ഇതെല്ലാം. അത് തെളിവുകൾ നമ്മൾ വായിച്ച് കളിപ്പിക്കുന്ന ഫയലുകൾ കേട്ട് കഴിഞ്ഞാൽ, അതാശബ്ദത്തിന്റെ സ്പീച്ചുകൾ കേട്ട് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് കണ്ണീറിനെ കുറിച്ച് ഇതിലുള്ള ഒരു മൊത്തത്തിലുള്ള രൂപം. ഇനി നമുക്ക് പിശാച് ബാധ. ഈ ബാധക്ക് നമ്മൾ ഇതിന്റെ മുമ്പ് ഇതിന്റെ കാരണങ്ങൾ പലതും നമ്മൾ ഇതിനു മുമ്പ് സൂചിപ്പിച്ചു വന്നിട്ടുണ്ട്. അതൊരു ഇപ്പോഴാണ് നമ്മളിത് വിശദീകരിച്ച് സംസാരിക്കുന്നത്. ഏറ്റവും വ്യാപകമായി കാണുന്ന ഒന്ന് ലവ്, സ്നേഹിച്ച് കയറുന്നതാണ്. സ്നേഹിച്ച് അല്ലെങ്കിൽ സെക്സ്, ലൈംഗിക ആവശ്യങ്ങൾക്ക് വേണ്ടി പിശാചുക്കൾ മനുഷ്യന്മാരെ ശരീരത്തിൽ കയറുന്ന അല്ലെങ്കിൽ സ്നേഹിച്ച് കയറുന്ന കേസുകളാണ്. ഇത് അധിക കേസുകൾ കാണുന്നത് സ്ത്രീകളിലും കുട്ടികളിലും. പുരുഷന്മാരിൽ കുറവല്ല, കുറവാണ്, പക്ഷെ ഉണ്ട്. എന്നാലും മാത്രമല്ല, ഇപ്പൊ നോക്കുക, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ട് ഒരു സ്ത്രീ അൽമർഅത്ത് ഔറത്തുൻ, ഒരു സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔറത്താണുള്ള മറക്കപ്പെടേണ്ടതാണ്. അവളെ മുഖമടക്കം അതിലൊന്നും ബാക്കിയില്ല. അതിപ്പം പുതിയ ചില ആളുകൾ ഇപ്പൊ രംഗത്ത് സജീവമായിട്ട് വന്നിട്ടുണ്ട്. അത് മുഖം മറക്കുക എന്നുള്ളത് നിർബന്ധമില്ല, അത് ഇസ്ലാമിന് യോജിച്ചതല്ല എന്ന് വരെ പറയുന്നുണ്ട്. പോട്ടെ, അവരെ വഴിക്ക് വിടാമല്ലാതെ എന്താ പറയാ. അപ്പോൾ ഒരു സ്ത്രീ പുറത്തു പോകുമ്പോൾ, അല്ലാഹുവിന്റെ റസൂൽ ഹദീസ് വന്നു, ഒരു സ്ത്രീ പുറത്തു പോകുമ്പോൾ ശൈത്താൻ അവളെ നോക്കും. അവളെ നോക്കുകയാണ് ശൈത്താൻ. ശൈത്താൻ ഹി ലൈക്സ്, അവളെ നോക്കി അവളെ ആസ്വദിക്കുക എന്നുള്ള ശൈത്താന്റെ ഇതാണ്. തരം കിട്ടിക്കഴിഞ്ഞാൽ അവളെ ട്രാപ്പ് ചെയ്യും, അവളിൽ ശരീരത്തിൽ കയറാൻ ശ്രമിക്കും, അവളെ സെക്സ് കാണാൻ വേണ്ടി ശ്രമിക്കും, അതിന് വേണ്ടിയിട്ട് ശ്രമിക്കും. അപ്പൊ നമുക്കറിയാം, രാത്രി ഭാര്യ ഭർത്താക്കന്മാർ നമ്മൾ രാത്രി കിടക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം, നമ്മൾ ദുആദിക്ർ ചൊല്ലാൻ വേണ്ടി പറഞ്ഞത്. കക്കൂസിൽ ബാത്റൂമിൽ കയറുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ദുആദിക്ർ ചൊല്ലാൻ വേണ്ടി പറഞ്ഞത്. കാരണം കക്കൂസിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ മലമൂത്ര വിസർജനത്തിന്റെ സമയത്ത് ശൈത്താന്മാർ നമ്മൾ ഔറത്ത് കാണാൻ വേണ്ടിയിട്ട് അവിടെ കാത്തിരിക്കും. മനസ്സിലല്ലേ? അപ്പോൾ അവരിൽ നിന്ന് മറക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ദുആദിക്ർ. അപ്പൊ ഹ്യൂമൻ സെക്സിൽ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ് ആര്? ശൈത്താന്മാർ. മനസ്സിലായില്ലേ? അപ്പൊ അവർ ലൈംഗികമായിട്ട് ബന്ധപ്പെടും എന്നതാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരൊക്കെ അഭിപ്രായപ്പെട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായില്ലേ? അതിന്റെ പ്രോത്സാഹനമായിട്ടുള്ള തെളിവുകളും അവർക്ക് കിതാബിൽ നിന്ന് കൊണ്ടുവന്ന് ഓതാറുണ്ട്. അപ്പോൾ നമ്മൾ വസ്ത്രം വഹിക്കുന്ന സമയത്ത് ബിസ്മി ചൊല്ലിയിട്ട് വസ്ത്രം വഹിക്കണം. ആദം സന്തതികളുടെ ഔറത്തും പിശാചുക്കളുടെ ജിന്നുകളുടെ കണ്ണും തമ്മിലുള്ള മറ ഖൗലു ബിസ്മില്ലാ എന്നതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ പിശാചുക്കൾ ഇങ്ങനെ ശരീരത്തിൽ കയറണമെങ്കിൽ കയറി അവര് ഭാര്യയായിട്ടും ഭർത്താവായിട്ടും വർഷങ്ങളോളം താമസിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വെഡിങ് സെറിമണി, ഒരു ആഘോഷം അല്ലെങ്കിൽ ഒരു നിശ്ചയം അല്ലെങ്കിൽ ഒരു കല്യാണം, ഒരു കാനോത്ത് ആവശ്യമില്ല. മനുഷ്യന്മാരുടെ ശരീരത്തിൽ കയറി ജീവിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ മനുഷ്യന് കംപ്ലൈന്റ് ഇല്ലാതെ ഇങ്ങനെ പോവുകയാണെങ്കിൽ they will take it as അത് വാലിഡ് ആയിട്ടുള്ള നിക്കാഹായിട്ട് അവർ കാണും. മനുഷ്യന് കംപ്ലൈന്റ് ഇല്ല, മനുഷ്യൻ സഹകരിച്ചു കൊണ്ട് പോവുകയാണ്. പല ആളുകളും അങ്ങനെയാണ്. മനസ്സിലായില്ലേ? അപ്പം ഈ ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട്, പക്ഷെ ഇതെല്ലാം കൂടെ ക്ലിപ്പ് നീളുന്നുള്ളതോട് ഞാൻ പറയുന്നില്ല. ഈ ചില രോഗികൾ വന്ന ആളുകൾ, അവരോട് നമ്മൾ അവരുടെ ശൈത്താന്മാർ സെക്സുമായിട്ട് ബന്ധപ്പെടും എന്ന് പറയുമ്പോൾ നമ്മൾ ഓതുന്ന സമയത്ത് ഈ രോഗിയുടെ ലക്ഷണം പറയുമ്പോൾ ഒക്കെ മനസ്സിലാവും. നോക്കുന്നത് സുബ്ഹാനല്ലാഹ്, കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു അറബിക് കോളേജിലെ ഒരു അധ്യാപകൻ, അദ്ദേഹം എന്റെ പേര് കേട്ട് കഴിഞ്ഞാൽ വിറക്കുന്ന ഒരാളായിരുന്നു, അട്ടിത്തുപ്പുന്ന. മനസ്സിലായില്ലേ? അത്ര വെറുപ്പുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ മകൾക്ക് ഇതുപോലൊരു പ്രശ്നമുണ്ടായി. അദ്ദേഹം എന്നെ വിമർശിച്ചുകൊണ്ട് ക്ലാസ്സിൽ സംസാരിച്ചു. ക്ലാസ്സിൽ സംസാരിച്ചത് കോളേജിൽ വിഷയമായപ്പോൾ മറ്റൊരു അധ്യാപകൻ ആ കോളേജിൽ നിന്ന് പറഞ്ഞു ഇദ്ദേഹത്തോട്, നീ നമ്മൾ പറയും പോലെയല്ല കാര്യം, റഹ്മാൻ പറയുന്ന രീതിയിൽ കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് അത് തള്ളിക്കളയണ്ട. നിന്റെ മോൾക്കൊരു അസുഖമുണ്ടല്ലോ, ഇടക്കിടക്ക് തന്നെ ഇളകി രാമായണം ഗീതയൊക്കെ ചൊല്ലുന്നൊരു അസുഖമുണ്ടല്ലോ, കൂവി വിളിച്ച് ഇളകി പറയുന്ന ഈ അസുഖം ഒരു പക്ഷേ അതായിരിക്കാം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഈ മനുഷ്യന് കണ്ണു തുറക്കുന്നത്. എന്നെ വിമർശിച്ചപ്പോൾ അധ്യാപകനെ കണ്ണു തുറക്കുന്നത്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു, ഇനിയിപ്പോൾ എന്താ നമ്മൾ ചെയ്യുക, ഇത് ഇങ്ങനെയാണെങ്കിൽ റഹ്മാന്റെ അടുത്തൊന്ന് ഓതാൻ വേണ്ടി കൊണ്ടുപോകാൻ എന്താ ചെയ്യാം. അങ്ങനെ അവര് മറ്റൊരാളായിട്ട് ബന്ധപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, റഹ്മാനെ വിമർശിച്ചൊന്നും നിങ്ങൾ പ്രശ്നമാക്കണ്ട, അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഇങ്ങനെ ഒരു ആവശ്യത്തിന് ചെന്ന് കഴിഞ്ഞാൽ അത് കൈയൊഴിയുന്ന ആളല്ല.
അൽഹംദുലില്ലാ. കാരണം നമ്മളെ കുറിച്ച് അറിയുന്നതാണ്, നമ്മളത് കൈയൊഴിയാറില്ല. ആര് വിമർശിച്ചവരും എന്തായാലും അവർക്കൊരാവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മളെ മുമ്പിൽ അവർ വന്നാൽ നമ്മൾ അവരെന്ത് ചെയ്യും, സ്വീകരിക്കാറുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ വന്നു. പിന്നെ എൻ്റെ വീട്ടിൽ വന്ന്, നാട്ടിലുള്ള സമയത്ത് വീട്ടിൽ വന്നു ഓതിന് മുമ്പ് രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഈ പെൺകുട്ടിയെ 23-24 വയസ്സൊക്കെ ഉണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ആ പെൺകുട്ടിയെ പിശാചുക്കൾ ലൈംഗികമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാനെന്ത് ചെയ്തു, എനിക്ക് കുട്ടിയോട് ചോദിക്കാൻ വയ്യ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ആ കുട്ടി അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ പുറത്ത് പറയുന്ന രീതിയിലുള്ള മറ്റൊരു രോഗിയുടെ അനുഭവം പറഞ്ഞപ്പോൾ ഈ കുട്ടി തല താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു, മാതാവിനോടും പിതാവിൻ്റെ മുമ്പെന്ന് പറയാം, എനിക്കിതുപോലുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാവലുണ്ട്, ഞാനത് വെൽക്കം ചെയ്യാറാണ്. ഷീ വാസ് വെൽക്കമിങ് ഇറ്റ്. സി, രാത്രി ലൈംഗികതയുടെ സുഖം അനുഭവിക്കാൻ വേണ്ടി ഈ സ്ത്രീ ആഗ്രഹിച്ചുകൊണ്ട് കിടക്കാറാണെന്ന് അർത്ഥം. മനസ്സിലായില്ലേ? ഇത് ഒരാളുടെ അല്ല, പല ആളുകളുടെ. ഒരു മുജാഹിദ് പ്രവർത്തകന്റെ അനുഭവം കേൾക്കണം. അവൻ ആയത്തിനെ കുറിച്ച് രാത്രി കിടക്കുമ്പോൾ ചൊല്ലൂല, മനഃപൂർവ്വം ചൊല്ലാതിരിക്കും. കാരണം എന്താ, ചൊല്ലുന്ന അന്ന് രാത്രി അവന് ലൈംഗിക സുഖം ഉണ്ടാവാറില്ല. അതല്ലെങ്കിൽ ചൊല്ലാത്ത രാത്രി അവന് ലൈംഗിക സുഖം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അവൻ എന്ത് ചെയ്യും, അത് ചൊല്ലാതെ കിടക്കും. ഒരു സജീവ പ്രവർത്തകന്റെ അവസ്ഥ അവൻ തുറന്ന് പറഞ്ഞതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ദിസ് ഇസ് സംതിങ് വിച്ച് ഈസ് കോമൺ. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ നടന്നു നോക്കിയാൽ നിരന്ന വിള എന്ന് പറയും. എല്ലായിടത്തും ഉള്ളതാണ്, നിശ്ചയിക്കാൻ പോകണ്ട. നിശ്ചയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വിഡ്ഢികളാവുന്നതാണ്. പോട്ടെ, പറഞ്ഞു വരുന്നത്, പിന്നെ ഇതുപോലെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കംപ്ലയിൻസുകൾ ഇല്ലെങ്കിൽ അവർ ദേ വിൽ ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ് ആൻഡ് ഫോർ ഇയേഴ്സ്, വർഷങ്ങളോളം അവരങ്ങനെ നിൽക്കും. അങ്ങനെ ആ രീതിയിൽ ഇത് അധികം കാണുന്നത് സ്ത്രീകളിലും കുട്ടികളിലും കാണുന്നുണ്ട്. പിന്നെ ആളുകൾക്ക് പിന്നെ പുരുഷന്മാർക്ക് ഉണ്ടാവാറുണ്ട്. ഇത്തരം കേസുകളിൽ പോസ്റ്റ് മാരേജ് പ്രോബ്ലംസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അവർ ഭാര്യ ഭർത്താക്കന്മാരായി കൊണ്ടുനടക്കുകയാണെങ്കിൽ, പിശാചുക്കൾ കൊണ്ടുനടക്കുക, പിന്നീട് അത് പിന്നെ ആളുകൾക്ക് കല്യാണം കഴിയുന്ന സമയത്ത് ഇവരെ അക്കോമഡേറ്റ് ചെയ്യാൻ അവർക്ക് കഴിയില്ല. അവരെന്ത് ചെയ്യും, ഇത് ഈ പിന്നെ ബന്ധം വിച്ഛേദിക്കാൻ വേണ്ടിയിട്ട് പല പ്രശ്നങ്ങളുണ്ടാക്കും. പോസ്റ്റ് മാരിറ്റൽ പ്രോബ്ലംസ് പിന്നെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ഇപ്പോൾ ഇന്റർകോഴ്സിന്റെ പിന്നെ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാർ എണ്ണ ചേരുന്ന സമയത്ത് അതിലൊരുപാട് പിന്നെ അവർ ഇടപെടുകയും അതുപോലെ ഉള്ള കാര്യങ്ങൾ ചെയ്യും. മനസ്സിലല്ലേ? അപ്പോൾ മാത്രമല്ല, ഇനിയിപ്പോൾ ഒരു ജിന്ന് സ്നേഹിച്ച് കയറിയതുണ്ട്, മറ്റ് ജിന്നുകൾ വീട്ടിലുണ്ട്. അപ്പോൾ ഈ ജിന്നുകളും മറ്റു ജിന്നുകളും തമ്മിൽ ചിലപ്പോൾ സഹകരിച്ച് പ്രവർത്തിച്ചേക്കാം, ചിലപ്പം ഭയങ്കര പിന്നെ ഫൈറ്റിംഗ് നടക്കാം. ഇതൊക്കെ ഈ രോഗിയാണ് ഇരയാവുക. മനസ്സിലായില്ലേ? അപ്പോൾ അതുപോലെ ഇതിനെ പിന്നെ വേറെ ഇതുള്ളതെന്ന് ചോദിച്ചാൽ, ഭാര്യ ഭർത്താക്കന്മാർ ഇണ ചേരുന്ന സമയത്ത് ദുആ ദിക്റുകൾ ചൊല്ലിയിട്ടില്ലെങ്കിൽ ആ ലൈംഗികതയിൽ പിശാചുക്കൾ പങ്കെടുക്കും. നിങ്ങൾ കളിയാക്കിയതുകൊണ്ട് കാര്യമില്ല. ഒരു കളിയാക്കിയൊരു അനുഭവം ഞാൻ പറഞ്ഞുതരാം. എന്നെ ഇതുപോലെ ഈ വിഷയങ്ങൾ പറഞ്ഞപ്പോൾ കളിയാക്കിയൊരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഇത് ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഇതുണ്ടാവുക, ലൈംഗികതയിൽ ശൈത്താന്മാർ പിന്നെ മനുഷ്യന്മാരെ ലൈംഗികമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇതാണ് ഇതിന്റെ അടയാളവും അനുഭൂതിയും, ഇങ്ങനെ ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എന്നോട് കളിയാക്കിയപ്പോൾ ഞാൻ പറഞ്ഞു, കളിയാക്കൊന്നും വേണ്ട, എന്റെ ഭാര്യനോട് എന്ന് ചോദിച്ചു നോക്കുകയാണ്, എന്റെ കെട്ടുകളോടും ചോദിച്ചു നോക്കിട്ടോ എന്ന് പറഞ്ഞു. എന്താണ്ടായെന്നറിയോ, പിറ്റേ ദിവസം ഈ മനുഷ്യനോട് വിളിച്ചിട്ട് വരണേ, എന്ത് സംഗതി പ്രശ്നട്ടോ, എന്ത് ഞാൻ എന്റെ വൈഫിനോട് ചോദിച്ചു, ഇന്നലെ നിങ്ങൾ പറഞ്ഞത് എന്ത്, അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് അത്രേ, അറിയോ? ഇതാണ് അവസ്ഥ. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോടും നിങ്ങളുടെ പിന്നെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചാൽ മതി ഇതിന്റെ അനുഭവങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്. മനസ്സിലായില്ലേ? കാരണം ദുആ ദിക്ർ ചൊല്ലാതെ കിടന്നു കഴിഞ്ഞാൽ ചീത്തന്മാർ ലൈംഗികമായിട്ട് ബന്ധപ്പെടും. ഇനി ഭാര്യ ഭർത്താക്കന്മാർ ബന്ധപ്പെടുന്ന സമയത്ത് തന്നെ അവർ ദുആ ദിക്ർ ചൊല്ലിയിട്ടില്ലെങ്കിൽ ആ ലൈംഗികതയിൽ അവർ നമ്മുടെ കൂടെ ഇണചേരും. ഇത് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പിന്നെ ഹദീസ് പറഞ്ഞുതരാം. സുബ്ഹാനല്ലാഹ്, എന്താണെന്നറിയോ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരും കൂടെ ഈ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഭക്ഷണം എടുത്തു വെച്ച് ഇരിക്കുന്ന സമയത്ത് ഒരു അറാബി കാട്ടറബി ഓടി വന്ന് ഭക്ഷണം വാരാൻ വേണ്ടി ശ്രമിച്ചു. റസൂല് ചെന്നിട്ട് ഈ മനുഷ്യന്റെ കൈയ്യണ്ട് പിടിച്ചു. കൈ പിടിച്ചിട്ട് മാറ്റി. ആ മാറ്റിയ മനുഷ്യനെ മാറ്റുന്നതോടുകൂടി ഒരു പെൺകുട്ടി വന്നിട്ട് ഭക്ഷണം വാരാൻ വേണ്ടി ശ്രമിച്ചു. അവളുടെ കൈയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് ഹദീസാ ഞാൻ പറയുന്നത് കേട്ടോ, റസൂലിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള ഹദീസാ ഞാൻ പറയുന്നത്. പെൺകുട്ടിയുടെ കൈയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റി വെച്ചു, പിടിച്ചു. എന്നിട്ട് റസൂൽ പറയുകയാണ്, എന്നെ അയച്ചവനാണേ സത്യം. ആരാണ്? അല്ലാഹു. എന്നെ അയച്ചവനാണേ സത്യം. ഈ പെൺകുട്ടിയുടെ കൈയിനുള്ളിൽ പിശാചിന്റെ കൈ, എന്റെ കൈയിനുള്ളിൽ പിശാചിന്റെ പിന്നെ
എന്റെ കയ്യിനുള്ളിൽ, റസൂൽ പറയാണ്, എന്റെ കയ്യിനുള്ളിൽ ഈ പെൺകുട്ടിയുടെ കയ്യിനോടൊപ്പം പിശാചിന്റെ കൈ ഉണ്ട്. എങ്ങനെയുണ്ട്? റസൂലിന്റെ കയ്യിനുള്ളിലാണ് ഈ പെൺകുട്ടിയുടെ കൈ. ആ പെൺകുട്ടിയുടെ കയ്യിനോടൊപ്പം പിശാചിന്റെ കയ്യും കൂട്ടിയിട്ടാണ് ഷെയ്ത്താന്റെ കയ്യും കൂടെ കൂട്ടിയിട്ടാണ് റസൂൽ പിടിച്ചിട്ടുള്ളത്. മനസ്സിലായില്ലേ? അപ്പൊ എന്താ മനസ്സിലായത്? പിശാചുക്കൾ മനുഷ്യ ശരീരത്തിൽ ഹാലറാകുമ്പോൾ, അവര് വല്ല പ്രവർത്തനങ്ങളും നടത്തുമ്പോൾ, മനസ്സിലായില്ലേ, പിശാച് ഇതായിട്ട് അവനെ കൊണ്ട് വല്ല പ്രവൃത്തി ചെയ്യിപ്പിക്കുന്ന സമയത്ത് എന്താ ഉണ്ടാവുക? അവര് ഹാലറാകുമ്പോൾ അവരെ തളീമാവും. തളീമാകുന്ന പറഞ്ഞാൽ വലുതാവും. എങ്ങനെ? അവരുടെ തലകൾ നമ്മുടെ തലയിലും അവരുടെ കൈകാലുകൾ നമ്മുടെ കൈകാലുകളിലും ആവുന്ന രീതിയിൽ അവര് വലുതാകും, തളീമാകും. അപ്പൊ മനസ്സിലാകുന്നേക്ക് ഇനി നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഇങ്ങനെ ആണ് പിശാചുക്കൾ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ പ്രവർത്തനത്തിൽ പങ്കുചേരുക. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു കിബിത്തിയെ ഒരു അടിയന് കൊടുത്തു. ഒറ്റയടിക്ക് ആള് കിബിത്തി കാഞ്ഞു. എന്താ മൂസാ നബി പറഞ്ഞു? ദാലിക മിൻ അമലി ശൈത്താൻ. അല്ലേ? മുഫസ്സിരികൾ എങ്ങനെ വിശദീകരിച്ച്? ഈ അടി ഇത്രയും ശക്തിയുള്ളതാക്കിയത് ശൈത്താനാണെന്നാ തഫ്സീർ തൊബരിയിൽ എടുത്ത് നിങ്ങൾ പോയി നോക്കുക. ഇബ്നു കസീറും തൊബരിയിലൊക്കെ ഉള്ളത്. അപ്പൊ ആ അടിയെ അത്രയും ശിദ്ദത്തുള്ളതാക്കിയത് ശൈത്താൻ. അപ്പൊ എന്താ? ശൈത്താൻ നമ്മുടെ അമലിൽ ഇടപഴകുമ്പോൾ നമ്മുടെ കൈകാലുകളിൽ അവരുടെ കൈകാലുകൾ, നമ്മുടെ തലയിൽ അവരുടെ തല വരുന്ന രൂപത്തിൽ ആവും. മനസ്സിലാണോ? അങ്ങനെയാണ്. അപ്പൊ അതുപോലെ ആ രീതിയിലാണ് ഉള്ളത്. എങ്കിലും നിങ്ങൾ സങ്കല്പിച്ചോ, നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരുമായിട്ട് ഇണ ചേരുന്ന സമയത്ത് അവരും നമ്മുടെ കൂടെ ഇണ ചേരും. ദേ വിൽ എൻജോയ് ഇറ്റ്. ഓക്കെ? അപ്പൊ അതുകൊണ്ട് അത്തരം ലൈംഗികതയിൽ കുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കുട്ടികളെ ശൈത്താന്മാർ അവരുടെ കുസന്താനങ്ങളായി പരിഗണിക്കും, അവരുടെ സന്താനങ്ങളായി പരിഗണിക്കും. ഇത്തരം കേസുകൾ തന്നെ ശൈത്താന്മാർ ഇറങ്ങി പോടാവണമെന്ന് പറയുമ്പോൾ ദുർന്യായം പറയുന്നത് നമ്മളോട് പിന്നെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഏതുപോലെ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു നമ്മളോട് പറഞ്ഞത് എന്ത്? സൂറത്ത് ഇസ്രായേൽ 64 പറയുന്നുണ്ട്, അവരിൽ നിന്ന് നിനക്ക് സാധ്യമായവരെ നിന്റെ ശബ്ദം മുഖേന നീ ഇളക്കി വിട്ടുകൊള്ളുക, അവർക്കെതിരിൽ നിന്റെ കുതിരപ്പടയെയും. ശബ്ദ മുഖേന എന്ന് പറഞ്ഞാൽ ശൈത്താന്റെ സംസാരമാണത്. മനസ്സിലായില്ലേ? അല്ലാതെ വെറും മ്യൂസിക് മാത്രമല്ല. ഇപ്പൊ മ്യൂസിക്കും ടി വി മാത്രമാണ് ശൈത്താന്റെ ശബ്ദം എന്നുള്ള മനസ്സിലാക്കിയവരുണ്ട്. അങ്ങനെയോ? ശൈത്താന്മാരുടെ ശബ്ദം അവർ സംസാരിക്കുന്നതാണ് നമ്മുടെ ഹൃദയത്തിൽ ഫീൽ ചെയ്യുന്നത്. ദാറ്റ് ഈസ് വാട്ട് ഈസ് കാൾഡ് വസ്വാസ്. മനസ്സിലായില്ലേ? അപ്പോൾ നിന്റെ ശബ്ദം മുഖേന നീ ഇളക്കി വിട്ടുകൊള്ളുക, അവർക്കെതിരിൽ നിന്റെ കുതിരപ്പടയെയും കാലാൾപ്പടയെയും നീ വിളിച്ചു കൂട്ടുകയും ചെയ്തുകൊള്ളുക, സ്വത്തുക്കളിലും സന്താനങ്ങളിലും നീ അവരോടൊപ്പം പങ്കുചേരുകയും അവർക്കു നീ വാഗ്ദാനങ്ങൾ നൽകുകയും ചെയ്തു കൊള്ളുക. പിശാച് അവരോട് ചെയ്യുന്ന വാഗ്ദാനം വഞ്ചന മാത്രമാകുന്നു. അപ്പൊ എങ്ങനെയുണ്ട്? പിശാചുക്കൾ സന്താനങ്ങളിൽ പങ്കുചേരുക എന്നത് പ്രാക്ടിക്കലി സംഭവിക്കുന്ന സംഗതിയാണ്. അപ്പൊ അതുകൊണ്ട് ദുആദിക്റുകൾ ചൊല്ലുന്നതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുക, അത് ചൊല്ലുക. ഇനി ഇത് ഭാര്യ ഭർത്താക്കന്മാർ ഇണചേരുമ്പോൾ അതിൽ പിശാചുക്കൾ പങ്കുചേരുന്നതാണ്. ഇനി അതല്ലാതെ ഭാര്യയോ ഭർത്താവോ ഇണചേരാത്ത സമയത്ത് തന്നെ ഭാര്യയിൽ ഭർത്താവിലോ ഒറ്റയ്ക്ക് പിശാചുക്കൾ വന്ന് ഇണചേരാം. അത് വളരെ വ്യാപകമാണെന്ന് മാത്രമല്ല, എല്ലാവരും ജനറലി അക്സെപ്റ്റഡ് ആണ് സംഭവം. മനസ്സിലല്ലേ? അത്തരം സന്ദർഭങ്ങളിൽ അതിന്റെ ആളുകൾക്ക് അതിന്റെ അനുഭൂതിയും അടയാളങ്ങളും എല്ലാം ഉണ്ടാവാം എന്ന് പറഞ്ഞിട്ടുണ്ട് പണ്ഡിതന്മാർ. ഒരുപാട് സ്കോളേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അതിനോട് നെയിം ഇറ്റ്, ഒരുപാട് പേര് എടുത്ത് പറയേണ്ട ആവശ്യം കൂടിയില്ല. അത്രമാത്രം സ്കോളേഴ്സ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിൽ കുട്ടികൾ ഉണ്ടാവുമോ എന്നുള്ളത് ദർ ആർ 2 ഒപ്പീനിയൻസ്. പക്ഷെ അങ്ങനെ കുട്ടികൾ ഉണ്ടായത് ആരും എവിടെയും പറഞ്ഞു കേട്ടിട്ടില്ല എന്നാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ. അങ്ങനെ കുട്ടികൾ ഉണ്ടാവാം എന്ന് അഭിപ്രായപ്പെട്ട ആളാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ. എന്നാൽ മറ്റു സ്കോളേഴ്സ് ഒക്കെ പറയുന്നുണ്ട് അങ്ങനെ പ്രഗ്നൻസിക്ക് ചാൻസ് ഇല്ല, അങ്ങനെ സാധ്യതയില്ല എന്ന് പറഞ്ഞവരുണ്ട്, ഉണ്ടെന്ന് പറഞ്ഞവരുണ്ട്. എന്തോ ആവട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, ബട്ട് സെക്സ് ഈസ് പോസിബിൾ. അത്തരം സെക്സ് സാധ്യമാണ് എന്നർത്ഥം. മനസ്സിലായില്ല? അപ്പൊ അതുകൊണ്ട് അതിനെ തൊട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ സ്വയം ചികിത്സിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ ഈ ദിക്റുകളൊക്കെ ചൊല്ലി ഇതൊക്കെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് എന്താ ആ ഒരു നെയ്യത്തോട് കൂടിയിട്ട് ദിക്റുകൾ ചൊല്ലാനും പ്രൊട്ടക്ട് ചെയ്യാനൊക്കെ കഴിയുള്ളൂ. ഇതാണ് ഇപ്പോൾ സെക്സും ലവ് ആയിട്ട് ബന്ധപ്പെട്ടത്. ഇനി അടുത്ത കേസ് പാക്ട് എന്ന് പറഞ്ഞാൽ ആൻസെസ്റ്റേഴ്സ് കേഴ്സ് എന്ന് കൂടി പറയാം, പൂർവികരുടെ ശാപം. പാക്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ പൂർവികരായിട്ടുള്ള ആളുകൾ, അവരുടെ മാതാപിതാക്കളോ പൂർവികരായിട്ടുള്ള ആളുകളിൽ ആരെങ്കിലും പിശാചുക്കളെ ജിന്ന് സേവ നടത്തിയിട്ടുണ്ടെങ്കിൽ, സാഹിർമാരുണ്ടെങ്കിൽ, മന്ത്രവാദികളുണ്ടെങ്കിൽ, ജ്യോത്സ്യന്മാരുണ്ടെങ്കിൽ
അവര് പിശാചുക്കളുമായിട്ട് നടത്തിയിട്ടുള്ള കോൺട്രാക്ട് ഉണ്ട്. ആ കോൺട്രാക്ട് ഇസ് എവർ ലൈഫ്. കാരണം അവരെയും അവരെ സന്താനങ്ങളെയും ഒക്കെ വിറ്റിട്ടുള്ള കോൺട്രാക്റ്റാണ്. ആ കോൺട്രാക്ട് ശൈത്താന്മാർ ഇപ്പോഴും വാലിഡായിട്ട് പരിഗണിക്കുകയും നിയമം എന്താ പറയുക, ആ കോൺട്രാക്ട് പ്രകാരം ഈ നമ്മളും നമ്മുടെ ബാക്കിയുള്ളവരും നമ്മളിൽ ഉണ്ടാവുന്ന സന്താനങ്ങളൊക്കെ അവരുടെ ശൈത്താന്മാരുടെ സ്വത്തായിട്ടാണ്, അവർക്ക് അവകാശപ്പെട്ടതായിട്ടാണ് ശൈത്താന്മാർ കാണുക. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു അധികാരത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ നമ്മൾ വന്നിട്ട് ഉപദ്രവിക്കുകയും നമ്മുടെ മേലിൽ കയറുകയും നമ്മളെ വശത്താക്കുകയും നമ്മളത് കുഫറിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. അതാണ് അഗ്രിമെന്റ്, പാക്ട് എന്ന് മനസ്സിലായില്ലേ? അത് വെച്ചുകൊണ്ട് അവരെന്ത് ചെയ്യും, ഒരുപാട് ഫിത്തനകൾ നമുക്ക് ഉണ്ടാക്കും, ഒരുപാട് ഡിസ്റ്റർബൻസ് നമുക്ക് ഉണ്ടാക്കും. പിശാചുക്കൾ ജിന്ന് ഇതിൽ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഇത്തരം ഈ അഗ്രിമെന്റ് ആരുമായിട്ട് ഉണ്ടാക്കുന്നവരും അതുകൂടി ഞാൻ പറയാം. അതിന് മുമ്പുള്ള ക്ലിപ്പിൽ പറയണമായിരുന്നു, പക്ഷെ അത് വിട്ടുപോയി. നമ്മുടെ ഈ ഏർപ്പാട് ചെയ്യുന്ന ആള് സാഹിറാണല്ലോ, മന്ത്രവാദി സാഹിർ. ഈ സാഹിറിന് ഇത് പഠിപ്പിച്ചു കൊടുക്കുകയും ഇവനോട് ഇത് സഹകരിച്ച് ഇത് കാര്യങ്ങൾ നടത്തി കൊടുക്കുന്ന, അതായത് മറ്റ് ജിന്നുകളെ കൊണ്ട് ആ പ്രവൃത്തി ചെയ്യിപ്പിക്കുന്ന ജിന്നിൽപ്പെട്ട സാഹിർമാരുണ്ട്. ബ്ലാക്ക് മാജിഷ്യൻസ് ഫ്രം ദ സാഹിർ, ഫ്രം ദ ജിന്ന് വർഗത്തിൽപ്പെട്ട സാഹിർമാരുണ്ട്. മനുഷ്യവർഗത്തിൽപ്പെട്ട സാഹിർമാരാണ് നമ്മൾ ഈ പറയുന്ന മന്ത്രവാദിയും പിന്നെ ഈ എന്താ പറയാ സാഹിർ എന്നൊക്കെ പറയുന്നത്. ഇതുപോലെ ഇതിന്റെ കൗണ്ടർ പാർട്ട് ജിന്ന് വേൾഡിലുണ്ട്. അതാണ് ജിന്ന് സാഹിർമാർ. ഈ ജിന്ന് സാഹിർമാരുമായിട്ടാണ് ഈ മനുഷ്യ സാഹിർമാർക്ക് അഗ്രിമെന്റ് ഉണ്ടായത്. മനസ്സിലല്ലേ? അപ്പൊ ആ ജിന്ന് സാഹിർമാര് അവര് ആ അഗ്രിമെന്റ് അവൻ ചത്തു കഴിഞ്ഞാൽ തന്നെ അവന്റെ ബാക്കിക്കാരെ അഗ്രിമെന്റ് ദേ വിൽ ടേക്ക് ഇറ്റ് എ സംതിങ് ഹോളി. അവർ വലിയ പരിശുദ്ധ അഗ്രിമെന്റ് ആയിട്ടാണ് ഇത് കാണുക. അത് അവരെന്ത് ചെയ്തു, അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ നമ്മളെയും നമ്മളെ ബാക്കി ഭാവി തലമുറയിലേക്ക് ഉപദ്രവിക്കാൻ വേണ്ടി ശ്രമിക്കും. മനസ്സിലായില്ലേ? ഇതാണ് അധിക ഈ ദുർമന്ത്രവാദികളിലും നമ്പൂരി പണിക്കരും എന്താ പറയാ ഈ ശിർക്കും വിധത്തൊക്കെ ചെയ്യുന്ന മുസ്ലിങ്ങളിൽപ്പെട്ട ആളുകളുണ്ടല്ലോ, തങ്ങന്മാരും മൂല്യന്മാരും തങ്ങളിപ്പാപ്പിയും അമ്മയും ബീവിയും കോജിയും മാജിയും ഒക്കെ ആയിട്ടുള്ള ആളുകളിൽ ഇവരിലൊക്കെ സംഭവിക്കുന്നത് അവര് സാഹിർമാര് അടുത്ത തലമുറ ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ അടുത്ത തലമുറയെ കുളം തോണ്ടിക്കും. ആരെ? ശൈത്താന്മാര്. അടുത്ത തലമുറ ഏറ്റെടുത്താലോ പിന്നെ ഇഹലോകത്ത് ഇങ്ങനെ തട്ടി നീങ്ങി പോവും. പക്ഷെ പരലോകത്ത് കുഫറല്ലേ, പരലോകത്ത് നരകലുണ്ടാവുക. അപ്പോ ഇതാണ് ഈ അഗ്രിമെന്റ് ഉള്ളത്. മനസ്സിലല്ലേ? അടുത്തത് അതുപോലുള്ള ഒരുപാട് ഈ രീതിയിലുള്ള ഇപ്പൊ ഉദാഹരണമായിട്ട് കുറച്ചും കൂടി ഇതാക്കി പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പുള്ള പഴയ വീടുകളിലും പഴയ തറവാട്ടുകളിലും പഴയ ഇതിലൊക്കെ ഉണ്ടായിരുന്നു, ഒരു വീട്ടിൽ ഒരു റൂം ഒഴിച്ചിടും. എന്നിട്ട് അത് വർഷത്തിലൊരിക്കലോ 2 തവണയൊക്കെ തുറക്കുള്ളൂ. എന്നിട്ട് അവിടെ എന്ത് ചെയ്യും, ഒരു മുക്കാലിപ്പലയും പച്ചപ്പുതപ്പും അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു ഇത് കൊണ്ടുവച്ചിട്ടുണ്ടാവും, പിന്നെ പെട്ടി കൊണ്ടുവച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ആ പെട്ടിയിൽ ഈ അഗ്രിമെന്റ് കയ്യിലാണ് കൊണ്ടുവയ്ക്കുക. മനസ്സിലല്ലേ? ഇവരുണ്ടാക്കിയ അഗ്രിമെന്റ് കയ്യിലാണ് കൊണ്ടുവയ്ക്കുക. അത് ആണ്ടിലൊരിക്കൽ, അത് മുസ്ലിം വീടുകളിലാണെങ്കിൽ ആണ്ടിലൊരിക്കൽ വന്നിട്ട് മൂലിയാര് വിളക്കൊക്കെ കത്തിച്ച് മുപ്പര വലിയ കുഫറിന്റെ മൗലൂദൊക്കെ ഉണ്ടാവും, പല മൗലൂദ്. ആ മൗലൂദ് ചൊല്ലും ആണ്ടിലൊരിക്കൽ. അത് 8 ദിവസം 10 ദിവസം 20 ദിവസം 30 ദിവസം 40 ദിവസമൊക്കെ മൗലൂദ് ഉണ്ടാവും. അതിന് ഇറച്ചിയും ചോറും പായസവും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെ ആണ്ടില്. അപ്പൊ ഈ മുക്കാലിപ്പലയും പച്ചപ്പുറപ്പും എന്ന് പറയും. മനസ്സിലല്ലേ? ഇത്തരം സമ്പ്രദായം പണ്ടുള്ള ഇതിലൊക്കെ ഉണ്ടായിരുന്നു. ആ സംഭവങ്ങൾ നടന്ന നിങ്ങളുടെ പരിചയത്തിലുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോ, അതിനു വേണ്ടി ഞാൻ പറയുന്നത്. അത്തരം വീടുകളിലും തറവാടുകളിലും ഉള്ള ആളുകൾ, അവരുടെ പിൻതലമുറയിൽപ്പെട്ട ആളുകൾക്ക് ആർക്കെങ്കിലും ഒന്ന് പൈശാചികവാദം ഉണ്ടാവും. അത് പല രീതിയിലുള്ളതുണ്ടാവും. അത് ചില കുട്ടികളെ യുവാക്കളായിട്ടുള്ള ചെക്കന്മാരൊക്കെ പിടിച്ചിട്ട് ചെക്കന്മാരെ ആകെ തന്തനെയും തള്ളനെയൊക്കെ പറഞ്ഞനുസരിക്കാതെ നാശിച്ച് കള്ള് കുടിച്ച് അല്ലെങ്കിൽ പൈസ കൊണ്ടുപോയി തൊലച്ച് പോക്കിരിത്തരം കാട്ടി ആകെ വൃത്തികളായിട്ട് ഇങ്ങനെ ശൈത്താൻ അവനെ പിടിച്ചു കഴിഞ്ഞാൽ അവൻ എന്തൊക്കെ ചെയ്യും അതൊക്കെ ചെയ്യും. മനസ്സിലല്ലേ? അപ്പം അത്തരം ഈ പച്ചപ്പുറപ്പും ഈ ട്രഡീഷണൽ ഇത് കൊണ്ടുനടന്ന അത് പിൻതലമുറ ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ അവർ ഉപദ്രവിക്കും. ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരെ ഓൾറെഡി അവരെ പിടുത്തത്തിൽ തന്നെയല്ലേ. അപ്പൊ ഈ രീതിയിലുള്ള ഉപദ്രവം ഉണ്ടാവില്ല. ഈ ഊത്തും മന്ത്രവാദവും സിഹിറും പൂജയൊക്കെ ആയിട്ട് അങ്ങനെ നടക്കുന്നു മാത്രം. മനസ്സിലായില്ലേ? സുബ്ഹാനല്ലാഹ്. അപ്പൊ അതുകൊണ്ട് ഇതിനൊക്കെ കുറിച്ച് വ്യക്തമായ ധാരണകൾ ഉണ്ടായാൽ നമുക്ക് ഇതിനൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ഇതിനൊക്കെ രക്ഷപ്പെടാനുള്ള കാര്യങ്ങൾ ചെയ്യാം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇനി മൂന്നാമതായിട്ടുള്ളത് വ്യാപകമായി കാണുന്നത് പ്രതികാരം.
നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ശൈത്താന്മാരെ കൊല്ലുകയോ ജിന്നുകളെ കൊല്ലുകയോ അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കുകയോ അവരെ വേദനിപ്പിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവർ റിയാക്ട് ചെയ്യും. അതുകൊണ്ട് നമ്മൾ അറിയാതെ നമ്മൾ പിന്നെ വെള്ളം ചൂടുള്ള വെള്ളം പിന്നെ തൂർത്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതിൽ വസ്തു എടുത്ത് എറിയുക അല്ലെങ്കിൽ പോലുള്ള സംഗതികളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ജിന്നുകൾക്ക് അത് തട്ടിക്കഴിഞ്ഞാൽ അവരുടെ മേലിൽ കൊണ്ടുകഴിഞ്ഞാൽ അവർക്കത് പിന്നെ മുറിവേൽപ്പിക്കാം, അവർക്ക് പിന്നെ ഇതുണ്ടാക്കാം. ഞാൻ പറഞ്ഞു അവർ എമോഷനാണ് അവരെ നയിക്കുന്നത്, അവർക്ക് റീസണിങ് അല്ല, ബുദ്ധിയല്ല, അവർക്ക് വികാരമാണ് അവരെ നയിക്കുന്നത്. അതുകൊണ്ട് ഒരു ഉപദ്രവം ഏറ്റു കഴിഞ്ഞാൽ ആ ഉപദ്രവം തട്ടിച്ച ആളെ, ഉപദ്രവം ഉണ്ടാക്കിയ ആളെ വർഷങ്ങളോളം പിന്നെ പ്രതികാരം ചെയ്തുകൊണ്ട് നടക്കും ഒരു ജിന്ന്. മനസ്സിലായില്ലേ? അപ്പം ഇത്തരം സംഭവങ്ങൾ ധാരാളമായിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ നോർമലി അവർ നമ്മളെ വീടുകളിലോ നമ്മുടെ ഉള്ള പരിസര പ്രദേശങ്ങളിലാണെങ്കിൽ അവർ നമ്മളെ അവോയ്ഡ് ചെയ്ത് നമ്മൾ ഒഴിവാക്കി നടക്കുക ചെയ്യാം. അപ്പോൾ ജിന്നുകൾ വാതിലുള്ള വീട്ടിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവർ ഒളിഞ്ഞു പറഞ്ഞു നിൽക്കും, നമ്മൾ അവിടുന്ന് പോകുന്നത് വരെ അവർ കാത്തു നിൽക്കും. അപ്പോൾ ഇങ്ങനത്തെ സന്ദർഭത്തിൽ ഇപ്പോൾ മുസ്ലിം ജിന്നുകൾ മുസ്ലിം വീടുകളിൽ ഉണ്ടാവാം. കാരണം ഇതിന് ഇൽമ് പഠിക്കാൻ വേണ്ടി വരും. അപ്പോൾ അവർ നമ്മളെ അവോയ്ഡ് ചെയ്ത് നടക്കും. പക്ഷേ നമ്മൾ അറിഞ്ഞോ അറിയാതെ അവരെ ഹർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദേ മേ റിയാക്ട് ചെയ്ത്. അതുകൊണ്ട് ബിസ്മില്ല എന്ന് ചൊല്ലിയിട്ട് എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഇതുപോലുള്ള പിന്നെ മുആമലാത്തുകളൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ചെയ്യാം. അപ്പോൾ എപ്പോഴും ദുആദിക്റൊക്കെ ചൊല്ലി അല്ലെങ്കിൽ രാവിലെ വൈകുന്നേരം ദുആദിക്ർ ചൊല്ലി നമസ്കാരത്തിന് ശേഷം ദുആദിക്ർ ചൊല്ലി കഴിഞ്ഞ് ഉള്ള ഒരാളെന്ന് പറഞ്ഞാൽ അവർ പ്രൊട്ടക്റ്റഡാണ്. പിന്നെ അവന്റെ പ്രൊട്ടക്ഷൻ നീങ്ങുന്ന എപ്പോഴും വെച്ചാൽ ഹറാം എന്തെങ്കിലും ചെയ്യുമ്പോൾ അവന്റെ പ്രൊട്ടക്ഷൻ. കാരണം ഹറാം ചെയ്യുന്ന ഒരാളെ പഠിച്ചോ പ്രൊട്ടക്ട് ചെയ്യാൻ നിൽക്കില്ലല്ലോ. ഹറാം ചെയ്യുന്ന ഒരാളെ പഠിച്ചോ പിന്നെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടില്ല. അത് അവൻ തൗബ ചെയ്തില്ലെങ്കിൽ സൃഷ്ടിക്കാനെന്നുള്ളതാണ് പിന്നെ അവന്റെ അപ്പത്തെ അവസ്ഥ. അവരെ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുന്ന പ്രൊട്ടക്ഷൻ അല്ല വാസ്തവത്തിലുള്ളത്. മനസ്സിലായില്ലേ? അപ്പം ഇതാണുള്ളത്. പിന്നെ ഇത്തരം കേസുകളിൽ എന്ത് ചെയ്യും, രാത്രി സ്വപ്നം കാണും. ഈ സ്വപ്നം അധികവും അവനെ ഉപദ്രവിക്കുന്നതും അവനെ പേടിപ്പെടുത്തുന്നതും ഉപദ്രവിക്കുന്നത് അവനെ വെള്ളത്തിൽ ഉന്തിയിട്ടത്, അതുപോലെ അവൻ വെള്ളത്തിൽ വീഴുന്നത്, ഉയരങ്ങളിൽ വീഴുന്നത്, കിണറ്റിൽ ചാടുന്ന, വെള്ളത്തിൽ ചാടുന്ന, അപകടത്തിൽപ്പെടുന്ന, മരിക്കുന്നത്, പിന്നെ ആരെങ്കിലും ഒന്ന് ഉപദ്രവിക്കുന്ന, മൃഗങ്ങൾ പിന്നാലെ കൂടുന്നത്, ഇതുപോലുള്ള സംതിങ് വിച്ച് എൻഡേഞ്ചർ ഹിസ് ലൈഫ്, അവന്റെ ജീവിതം അപകടപ്പെടുത്തുന്ന എന്തെങ്കിലും സ്വപ്നങ്ങളായിരിക്കും കണ്ടുകൊണ്ടിരിക്കുന്നത്. മനസ്സിലല്ലേ? അതുപോലെ നമ്മൾ ഇന്നലെ ഒരു ഇതിൽ പറഞ്ഞു, പിന്നെ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളുടെ ആരാധനാ കേന്ദ്രങ്ങളും അതുമായിട്ട് അമ്പലത്തിന്റെ അടുത്ത് അമ്പലത്തിനേക്കാൾ ഉയരമുള്ള സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ അമ്പലത്തിനേക്കാൾ ഉയരമുള്ള പിന്നെ വീട് വെക്കാൻ പാടില്ല. ഇങ്ങനെ ഒരു പ്രാക്ടിക്കൽ കേസ് പറഞ്ഞല്ലോ ഇങ്ങനത്തെ ഇതിനു മുമ്പുള്ള എല്ലാം ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ മുസ്ലിങ്ങളുടെ ആരാധനാ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ ഉപദ്രവങ്ങൾ നമുക്കുണ്ടാവാം. മനസ്സിലല്ലേ? അതുപോലെ ചില ആളുകൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ പഴയ അമ്പലമൊക്കെ വിൽക്കും. പിന്നെ അമ്പലം മരങ്ങളൊക്കെ വിൽക്കുന്ന സമയത്ത് ഈ മരം കല്ലൊക്കെ പോയി വാങ്ങും. മനസ്സിലല്ലേ? അത്തരം പിന്നെ അതൊക്കെ പോയി വാങ്ങിച്ചു കഴിഞ്ഞാൽ ലേലം വിളിച്ചെടുക്കുക ഒക്കെ കൊണ്ടുവന്ന് അമ്പലത്തിന്റെ സാധനങ്ങൾ കൊണ്ടുവന്നതുപോലെ ശൈത്താൻ പോരും. മനസ്സിലല്ലേ? പിന്നെ ഒപ്പം പോരും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അമ്പലം പൊളിക്കാൻ പാടില്ല. നമ്മൾ പിന്നെ അമ്പല കമ്മിറ്റി വിറ്റതാ, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഈ രീതിയിലുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാവും. അപ്പം വർഷങ്ങളായിട്ട് അടച്ചിട്ട വീടുകളിൽ നമ്മൾ കയറി താമസിക്കുന്നൊക്കെ സമയത്തൊക്കെ ഉണ്ടാവും. ഇങ്ങനത്തെ ധാരാളം അനുഭവങ്ങൾ. എറണാകുളത്ത് ഒരു ഹോട്ടലിൽ സംഭവമുണ്ട്. അതേമാതിരി ഇപ്പം നിങ്ങൾക്ക് അറിയാം, UK 16ഓളം കൊട്ടാരങ്ങൾ, പഴയ ആൾ താമസമില്ല, 16ഓളം കൊട്ടാരങ്ങൾ, UK 16ഓളം കൊട്ടാരങ്ങളിൽ ജിന്നുബാധയും ജിന്നുപദ്രവമുള്ള കേസുകളാണ്. മനസ്സിലല്ലേ? നമ്മുടെ നാട്ടിൽ കാളിയാവടുത്ത് അഞ്ചച്ചോടി എന്ന സ്ഥലത്തിൻ്റെ ഒരു ജിന്ന്, പെരിന്തൽമണ്ണ അടുത്തുണ്ട് ഒന്ന്, പിന്നെ ഒരു വീട്ടിലുപദ്രവം, അഞ്ചച്ചോടിക്കുണ്ട് ഒരു വീട്ടിലുപദ്രവം, ഇതൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. പിന്നെ ആളുകൾ നമ്മളോട് പറയുന്നതാണ്, പറഞ്ഞു വരുന്നത് പ്രതികാരങ്ങൾ കൊണ്ട് ഇവർ ഉപദ്രവിക്കാം. ഇനി അടുത്തതുള്ളത് ഇൻഷാ അല്ലാഹ് ഇതിനെ നമുക്ക് അടുത്ത ക്ലിപ്പാക്കാം, അല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ ക്ലിപ്പ് നമ്പർ 2 ആക്കാം. പിന്നെ അല്ലെങ്കിൽ മാനേജ് ചെയ്യാൻ കഴിയില്ല. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.